ഇപ്പോൾ നമ്മുടെ ഭദ്രാസനത്തില് ഇതുപോലെ ധാരാളം പള്ളികളിൽ ഇപ്പോൾ മറുഭാഗത്തിന്റെ അന്യ കൈവശത്തിലാണ്. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം അവിടെയെല്ലാം ഒരു വികാരിയും 2 പേരും ചേർന്ന് ഒരു കേസ് കൊടുക്കാൻ തയ്യാറായ അത് മാത്രം മതി. ഭൂരിപക്ഷം ഒന്നും വേണ്ട, ഒത്തിരി ആളുകളൊന്നും കൂടണ്ട. 2 പേര് അയ്മേനികൾ, ആ ഇടവക്കാരായിട്ട് ഒരു വികാരി ഉണ്ടെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യുക. നമ്മൾ അതിന് വീട്ടിലെ കൈ കെട്ടിയിരുന്നാൽ വിധി ഉണ്ടായി കഴിയുമ്പോൾ അതിന് പുറകെ കേസ് നടത്താനായിട്ട് പോകണം. പണവും മുടക്കി അതിന്റെ പുറകെ അടുത്ത് കേസ് നടത്തണം. കേസ് വിധിയായി കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ താല്പര്യമായിട്ട് പോലീസിലും മറ്റു രീതിയിലൊക്കെ ഇടപെട്ട് അത് നടപ്പാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത്രയുള്ള നമ്മൾ ആരോടും അവിടെ ഞങ്ങൾ ആരുമായിട്ട് തമ്മിൽ കൂടിയില്ല, മസിൽ പവർ എടുക്കേണ്ടി വന്നില്ല, ആരുമായിട്ട് ലഹളയില്ല. ഞങ്ങൾ വളരെ സ്നേഹമായിട്ടാണ് ഒരേ കേസിലൊക്കെ പലപ്പോഴും പോകാറുള്ള ഒന്നിച്ച വാദി പറഞ്ഞിരുന്നത്. അപ്പൊ അത്ര സ്നേഹമായിട്ട് ഞങ്ങൾ കേസ് നടത്തി ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലാണ്. പിന്നെ അല്പസ്വല്പമൊക്കെ വാക്കുകാരനോടായിട്ടുണ്ട്, വിചാരിക്കണ്ട. അപ്പൊ ആ രീതിയിലാണ് നടത്തിയത്. അപ്പൊ എനിക്ക് ഇവിടെ ഈ ഇരിക്കുന്ന ആളുകള് അവിടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ പള്ളികളില് വ്യവഹാരങ്ങളില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതിന് 2 പേരെങ്കിലും മുമ്പോട്ട് വന്ന് ആ പള്ളികളിലെല്ലാം, വ്യവഹാരമില്ലാത്ത പള്ളികളിലെല്ലാം നിങ്ങൾ എത്രയും വേഗത്തിന് വ്യവഹാരത്തിന് കേസ് ഫയൽ ചെയ്യുക. എല്ലാ പള്ളികൾക്കും വികാരിമാരെ നിയമിച്ചിട്ടുണ്ട് തിരുമേനി. അത് അവിടെയുള്ള ആൾ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അച്ഛൻ വികാരിയായിട്ട് നിന്നുകൊണ്ട് 2 പേര് കേസ് ആദ്യം ഫയൽ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഒരു കുഴപ്പം, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് കാലഹരണപ്പെട്ടു പോകും. അപ്പൊ കേസ് ഇല്ല എന്നുള്ള സാഹചര്യങ്ങൾ വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇത്രയും കൂടിയിരിക്കുന്ന ആളുകളുടെ പള്ളികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും താമസിയാൻ തറ്റാടങ്ങൾ വേണം. എല്ലാവരും പെക്കട്ടൊക്കെ കയറി വരും. അവരെ ഫേസ് ചെയ്യാനുള്ള കഴിവുള്ള ആളുകൾ കാണും. നമ്മുടെ ആളുകളൊക്കെ അങ്ങനെ തറ്റാട കുറവുള്ള ആളുകളൊന്നും അല്ല. അപ്പൊ അത് ചെയ്യാന്നുള്ള എനിക്ക് ഓർപ്പിക്കാൻ. പിന്നെ അച്ഛനോട് പറഞ്ഞ ഒരു സംഗതിയെ, ഇവിടെ നമുക്ക് ഇത്രയും അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തില് നമ്മുടെ കേസുകള് കുറെ കൂടെ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യം വളരെയധികം ഉണ്ട്. ഇപ്പോഴും നമ്മൾ വേണ്ടത്ര കേസുകൾക്ക് വേണ്ടത്ര പ്രാധാന്യ ശക്തി കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തുള്ളൊരു കുറവാണ്. ഇപ്പോ ഇവിടെ തവണ ശ്രേഷ്ഠ ഭാവമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാപോലീത്തയാണ്. വാസ്തവത്തിൽ കോർട്ടലക്ഷ്യമാണ്. അത് തന്നെ അദ്ദേഹം എഴുതി കൊടുത്തത് കോർട്ടലക്ഷ്യ എന്നുള്ള രീതിയിൽ അതിനെതിരായിട്ട് വാസ്തവത്തില് കേസ് കൊടുത്ത് അത് കോടതിയിൽ നിന്ന് വിധി വാങ്ങിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള നമ്മൾ ശ്രമിക്കുന്നില്ലെന്നില്ല. കാരണം ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. അത് എത്രയും വേഗത്തിന് ഇനി കേസില്ലാത്ത പള്ളികളുടെ കേസുകളില്ല. ബഹുമാനപ്പെട്ട സെക്രട്ടറി തിരുമേനിയെക്കെട്ട് എല്ലാവരും കൊണ്ടുനടക്കാൻ സാധിക്കില്ല. അതിനാണ് സെക്രട്ടറി ഇവിടെ ഭദ്രാസന കൗൺസിലുണ്ട്. ആ കൗൺസിലും സെക്രട്ടറിയും കൂടെ തിരുമേനിയെ വേണ്ടതായ പ്രോത്സാഹനം കൈത്താങ്ങൽ കൊടുത്ത് ഈ കേസുകളെല്ലാം എത്ര വേഗത്തിൽ കുറെ ശക്തിപ്പെട്ടു. അതാണ് എനിക്ക് ഓർപ്പിക്കുന്നത്. അങ്ങനെ കിട്ടിയാൽ എല്ലാ പള്ളികളും നമ്മുടെ കയ്യിലായി. അങ്ങനെ ഒരു സംശയമില്ല. നിങ്ങൾ കുറെ സമയമായില്ലേ സഹിക്കുന്നു.